ഷിരൂരിൽ അർജുൻ്റെ ലോറി ഇപ്പോൾ ഗംഗാവലി പുഴയുടെ കരയിലേക്ക് കയറ്റി വെച്ചു. ട്രഡ്ജറിലെ ക്രെയിൻ്റെ സഹായത്തോടെയാണ് ലോറി ഉയർത്തിയത്. പൂർണ്ണമായും കരക്കെത്തിച്ച ശേഷം ലോറിയിൽ പോലീസ് വിശദമായി പരിശോധന നടത്തും. അർജുൻ്റെ മൃതദേഹം നാളെ ബന്ധുക്കൾ കൈമാറുമെന്നും അറിയുന്നു. അരുൺ പൂപ്പറമ്പ ഷിരൂരിൽ നിന്ന് ചേരുന്നു. അരുൺ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? എസ്കേൻ ഇപ്പോൾ ഇതാ ലോറി ഏകദേശം, അതായത് അതിൻ്റെ പിൻഭാഗം മാത്രമാണ് ഇനി കരയിലേക്ക് എത്താനുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഒരു ക്രെയിൻ കൂടി ഇവിടെ എത്തിച്ചു. നേരത്തെ സജ്ജീകരിച്ചിരുന്ന ഒരു ക്രെയിനിന് പുറമെ മറ്റൊരു ക്രെയിൻ കൂടി എത്തിച്ച് അത് ഡയറക്റ്റ്ലി ലോറിയുടെ മുൻഭാഗത്ത് ലോക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ക്യാബിൻ ഭാഗം പൂർണ്ണമായും കരയിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ലോറിയുടെ പിൻഭാഗം കൂടി ഈ മുകളിലേക്ക് എത്തുന്ന ഒരു നടപടിയിലേക്കാണ് കടക്കുന്നത്. അതിനുവേണ്ടി നിലവിൽ ഹുക്ക് ചെയ്തിട്ടുള്ള നമുക്കറിയാം മഞ്ഞ നിറത്തിലുള്ള ക്രെയിൻ അതിൽ ഡയറക്റ്റ്ലി ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ക്രെയിനിൽ ഘടിപ്പിച്ചിട്ടുള്ള 3 ലെയറുള്ള ഇരുമ്പ് വടം അത് മുകളിലേക്ക് എത്തിയപ്പോൾ വീണ്ടും അത് ലൂസായി. അതിനുശേഷം അത് ആ വാഹനം കുറച്ചുകൂടി മുന്നിലേക്ക് നീക്കി അത് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും അത് ഈ വലിച്ചു കയറ്റുന്ന ആ പ്രക്രിയയിലേക്ക് കടക്കും. എന്തായാലും അർജുൻ്റെ ലോറി ഇപ്പോൾ കഴിഞ്ഞ 72 ദിവസം ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ ഉണ്ടായിരുന്ന ലോറി ഇപ്പോൾ ഇത് കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേശീയ പാതയോരത്തേക്ക് ഇത് അടുത്തിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം പൂർണ്ണമായും ലോറിയുടെ ഭാഗം ഈ മുകളിലേക്ക് എത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യമുണ്ടായിരുന്ന ഒരു ക്രെയിൻ പിന്നീട് രണ്ടാമത്തെ ഒരു ക്രെയിൻ കൂടി സജ്ജീകരിച്ചു. അതുകൂടി എത്തിയതിനു ശേഷമാണ് തൊട്ട് താഴെ ഉണ്ടായിരുന്ന മൺതിട്ട അത് ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ ലോറിയുടെ മുൻഭാഗം, അതായത് ക്യാബിൻ അടങ്ങുന്ന ഭാഗം ഇപ്പോൾ ഈ കരയിലെത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇവിടുന്ന് ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നേരത്തെ 3 ലെയറായി ഇരുമ്പ് വടം ഈ ലോറിയുടെ ക്യാബിൻ്റെ താഴെ വശത്ത് അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ വടം അല്പം ലൂസായി, അതായത് ഈ ലോറി മുകളിലേക്ക് വന്ന ഘട്ടത്തിൽ അത് ലൂസായി. ഇനിയിപ്പോൾ അത് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി വലിച്ചു കഴിഞ്ഞാൽ ഈ ലോറി പൂർണ്ണമായും കരയിലേക്ക് എത്തും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇപ്പോൾ ഇപ്പോൾ ആ ദൗത്യം കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതായത് 2 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് നിലവിൽ ഇപ്പോൾ ലോറി മുകളിലേക്ക് ഉയർത്തുന്നത്. അതിൻ്റെ ക്യാബിൻ എന്തായാലും കരയിലെത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പിൻവശം കൂടി മുകളിലേക്ക് എത്തിയാൽ ഈ ദൗത്യം പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2 ക്രെയിനുകൾ ഉപയോഗിച്ച് ഒരു ക്രെയിനിൽ ഇരുമ്പ് വടം 3 ലെയറായി ഹുക്ക് ചെയ്തു. അതിനുശേഷം മറ്റൊരു ക്രെയിൻ കൂടി എത്തിച്ചു. അത് അല്പം ഭാരമുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മൺതിട്ട, അതായത് ഈ കരയോട് ചേർന്ന ഒരു വലിയ മണ്ണ് വന്നടിഞ്ഞിവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് മറികടക്കണമെങ്കിൽ ഒരു ക്രെയിൻ കൂടി വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ക്രെയിൻ കൂടി ഇവിടെ എത്തിച്ച് ഇപ്പോൾ ഈ ലോറി പൂർണ്ണമായും കരയിലേക്ക് മാറ്റുന്ന നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അർജുൻ്റെ ലോറി കരയിലേക്ക് ഉയർന്നു വരുന്ന ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്യാബിൻ ഭാഗം ഇപ്പോൾ ഇപ്പോൾ കരയിലേക്ക് പതിക്കുകയാണ്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം അതിൻ്റെ പിൻവശം കൂടി ഒരു ചെറിയ ഭാഗം മാത്രമേ ഇനി കരയിലേക്ക് പൂർണ്ണമായും എത്താറുള്ളൂ. ബാക്കി ആ ലോറിയുടെ എല്ലാ വശങ്ങളും ഇപ്പോൾ കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ലോറി ഇപ്പോൾ നമുക്കിത് കാണാം, ആ കരയിൽ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് നേരത്തെ പുഴയിലുണ്ടായിരുന്ന ഈ ലോറി, അതായത് ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരുന്നു. ഇന്നലെ രാത്രി ആരംഭിച്ച ദൗത്യമാണ്. ഏറ്റവും പ്രതിസന്ധിയായി ഉണ്ടായിരുന്നത് ഈ ലോറി ഹാൻഡ് ബ്രേക്കിലായിരുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന ഘട്ടത്തിൽ ഇത് ഹാൻഡ് ബ്രേക്കിലായിരുന്നു എന്നതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാൻഡ് ബ്രേക്കിലായതുകൊണ്ട് തന്നെ അത് ഈ കൃത്യമായി കരയുടെ ഭാഗത്തോടും ചേർന്ന് ഇതിന് ടയറുകൾ മൂവ് ചെയ്യാതെ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ആദ്യം ഡ്രഡ്ജറിൽ ഉണ്ടായിരുന്ന ക്രെയിൻ ഉപയോഗിച്ചതിൻ്റെ പിൻവശത്ത് ലോക്ക് ചെയ്ത് ആ പിൻവശം ഉയർത്തി കരയിലേക്ക് മാറ്റുന്നത്. അതിനുശേഷം മുകളിൽ ആദ്യം ഉണ്ടായിരുന്നത് ഒരു ക്രെയിനായിരുന്നു സജ്ജീകരിച്ചിരുന്നത്. ആ ക്രെയിൻ ഉപയോഗിച്ച് പതിയെ മുകളിലേക്ക് ഉയർത്തി അതിന് തൊട്ട്, അതായത് കരയോട് ചേർന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ ലോറി ഏതാണ്ട് കരയിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും ഇതോടെ ഈ അർജുൻ ദൗത്യം ഷിരൂരിൽ അവസാനിക്കുകയാണ്.